വൈകുന്നേരം ആവുമ്പോ തന്നെ അവിടത്തെ തണുപ്പും ഐസ് മഴയും കൂടാൻ തുടങ്ങി. എല്ലാ പക്ഷികളും മൃഗങ്ങളും ചിന്തയിലായി. ഇനി കാട്ടിലെ ആരാണാവോ മരിക്കാൻ പോകുന്നത്? അതുമാത്രമല്ല, എത്ര നാൾ ഈ തണുപ്പ് സഹിക്കേണ്ടി വരുമെന്ന്. അപ്പോഴേക്കും എല്ലാരും ആകാശത്തേക്ക് നോക്കുമ്പോ അവിടെ ഒരു മാലാഖ പ്രത്യക്ഷപ്പെടും. അതെ, അങ്ങോട്ട് നോക്ക്. അതൊരു മാലാഖയല്ലേ? എങ്ങനെയാ ആകാശത്തുകൂടെ പറക്കുന്നത്? നീ എന്താ പറഞ്ഞത്? മാലാഖയോ? കൊക്കും ആകാശത്തേക്ക് നോക്കിയപ്പോ മാലാഖയെ കണ്ടപ്പോ അവനും ഒരുപാട് സന്തോഷമായി. ഇത് നീലമാലാഖയല്ലേ? നിങ്ങൾക്ക് സുഖമാണോ? ആഹാ, പ്രിയപ്പെട്ട കൊക്കെ, താഴത്തോട്ട് ഇറങ്ങി വന്നോ. കൊക്കിനെ കണ്ടപ്പോൾ സന്തോഷവുമായി. നീലമാലാഖെ, നിങ്ങൾക്ക് സുഖമാണോ? നിങ്ങളെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. നിനക്കും ഒരു കുഴപ്പമില്ലാന്ന് കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. ഇല്ല, എനിക്ക് സങ്കടമായനെ. എന്നെ സഹായിച്ച ആ കൊക്ക് എന്നെ സഹായിക്കുന്നതിന്റെ ഇടയിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയെന്ന്. നിങ്ങളെ രണ്ടുപേരും പരസ്പരം എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പ്രിയ കൂട്ടരെ. ഞാൻ നീലമാലാഖയാണ്. എന്റെ പുറകെ ഒരു രാക്ഷസനുണ്ടായിരുന്നു. എന്നെ കൊന്നിട്ട് എന്റെ ശക്തികൾ എടുക്കാൻ വേണ്ടിയായിരുന്നു. ഒരു രാത്രി എന്നെ കൊല്ലാനായ രാക്ഷസൻ വന്നപ്പോഴേക്കും ഈ കൊക്ക് അവിടെ എത്തി. കൊക്കിന്റെ കൊക്ക് കണ്ട് അതിനെ ഉപദ്രവിച്ചു വിട്ടു. രാക്ഷസൻ ഇവനെ കൊല്ലാൻ നോക്കി. അതിന്റെ ഇടയ്ക്കാണ് ഇവന്റെ ചിറകിൽ പരിക്കേറ്റത്. പക്ഷെ ഇവന്റെ കൊക്ക് വെച്ച് കൊത്തിയതിനു ശേഷം ആ രാക്ഷസന് പരിക്കേറ്റു. എനിക്ക് മുറിവുണ്ടായിരുന്നു, അതുകൊണ്ടാ വൈകിപ്പോയത് ഇവിടെ എത്താനായിട്ട്. ഇന്നാണ് ഞാൻ എണീറ്റത്. അപ്പൊ ഇവനെ തപ്പിയിറങ്ങിയതാ ഞാൻ. ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. നമ്മുടെ കൊക്ക് ഞങ്ങളുടെ കാട്ടിലുള്ളത് കൊണ്ട് ആർക്ക് എന്ത് പ്രശ്നമുണ്ടായാലും എല്ലാവരെയും സഹായിക്കുന്നു. അതെ, പക്ഷേ എനിക്ക് നിങ്ങളെ ആരെയും സഹായിക്കാൻ കഴിഞ്ഞില്ല. ഇതിൽ ഞാൻ വളരെ ഖേദിക്കുന്നു. കൊക്കെ, നീ എന്താ പറയണേ? എന്താ നിങ്ങളുടെ പ്രശ്നം? അത് പറയൂ. യഥാർത്ഥത്തിൽ ഈ കാട് കുന്നിൻ്റെ താഴ്വരയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തണുപ്പ് വളരെ കൂടുതലാണ്. രാവും പകലുമായി ഒരുപാട് പക്ഷിമൃഗാദികൾ മരിച്ചു വീഴുന്നു. എനിക്ക് ഇവരെ സഹായിക്കാനൊട്ട് കഴിയുന്നുമില്ല. അവൻ പറഞ്ഞത് കേട്ട് നീലമാലാഖ എല്ലാ മൃഗങ്ങളെ നോക്കി നിന്നു. അവരുടെ മുഖത്തൊക്കെ വിഷമം തന്നെ ആയിരുന്നു.